ഇന്നത്തെ ക്ലാസ്സിൽ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2x2 മെട്രിക്സിൻ്റെയും 3x3 മെട്രിക്സിൻ്റെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ രണ്ടിൻ്റെയും പറയാം. ഓക്കെ, അപ്പോൾ ഒരു 2x2 മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതേത് ഫോമിലായിരിക്കും? മെട്രിക്സ് എ എന്നത് A11, A12, A21, A22 എന്നുള്ള ഫോമിലായിരിക്കും. അതായിരിക്കും അതിൻ്റെ ജനറൽ ഫോം. അപ്പോൾ ഒരു 2x2 മെട്രിക്സിൽ എങ്ങനെയാണ് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുന്നത് അതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അതായത് 2x2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നതാണ്. അതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കുക. അതായത് ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ പ്ലസ് S2 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ കാണാതെ പഠിക്കുക. ആ ഇക്വേഷനിൽ S1ൻ്റെ വാല്യൂം S2ൻ്റെ വാല്യൂം കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരിക്കും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നുള്ള ആ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിന് മാത്രം ഒരു മൈനസ് ലാംഡ എന്നുള്ളൊരു ടേം വരും. അത് വെച്ചിട്ട് ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഒന്നുകിൽ ഈ ഇക്വേഷൻ പഠിക്കുക, അതല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ മോഡുലസ് ഓഫ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് S1ൻ്റെ S2ൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് ആദ്യം പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ട് രീതിയിലും രണ്ട് മെത്തേഡിലും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ S1 എന്ന് പറയുന്നത് എന്താണ്? S1 എന്നത് സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്. ആ മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം എന്ന് പറയുന്നതാണ് S1. ഇവിടെ നോക്കും, മെട്രിക്സ് A11, A12, A21, A22 അതാണ് എലമെൻറ്റ്സ്. അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഏതായിരിക്കും? ഈ സർക്കിൾ ചെയ്തേക്കണം A11, A22 എന്നതായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എന്ന് പറയുന്നതായിരിക്കും S1. ഓക്കെ, നൗ S2 എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് A ആണ്, ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ്. അതായത് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണോ അതാണ് S2 ആയിട്ട് കിട്ടുന്നത്. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് A ഈക്വൽ ടു മോഡ് A ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഡിറ്റർമിനൻ്റ് സിമ്പിൾ ഇടുക A11, A12, A21, A22. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് S2ൻ്റെ വാല്യൂ കിട്ടും. ഇനി ചെയ്യേണ്ടത് എന്താണ്? S1ൻ്റെയും S2ൻ്റെയും വാല്യൂസ് കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ പ്ലസ് S2 ഈക്വൽ ടു 0 എന്നുള്ള ആ ഇക്വേഷനിൽ S1ൻ്റെ വാല്യൂം S2ൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ജനറൽ ഇക്വേഷനിലേക്ക് S1ൻ്റെ വാല്യൂ S2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ലാംഡ എന്നുള്ള വാല്യൂ കിട്ടുന്നത്. ലാംഡ എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടുത്തെ ഐഗൺ വാല്യൂ. അപ്പോൾ ഈ ഐഗൺ വാല്യൂവിന് വേറെ 2-3 പേരുകളുണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകിൽ സ്പെക്ട്രം എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് ചോദിക്കാം. അപ്പോൾ സ്പെക്ട്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ക്യാരക്ടറിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മുടെ ക്വസ്റ്റൻ എന്താണ് ചോദിക്കുന്നത്? ഈ ലാംഡ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2x2 മെട്രിക്സിൽ ഇതാണ് കേസ്. ഇനി നമുക്ക് 3x3 മെട്രിക്സിൽ നോക്കാം. ഒരു 3x3 മെട്രിക്സിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? മെട്രിക്സ് എ എന്ന് പറയുന്നത് A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതായിരിക്കും ജനറൽ ഫോം എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നുകിൽ ഡിറ്റർമിനൻ്റ് ഓഫ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കാം. അതായത് ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷനിൽ പ്ലസും മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നേക്കുന്നത് അതൊന്ന് ഓർത്ത് വെക്കണം. ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 ഈക്വൽ ടു 0. ഇവിടെ S1 എന്ന് പറയുന്നത് ആദ്യത്തെ പോലെ തന്നെ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഇവിടുത്തെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? A11, A22, A33. ഇത് മൂന്നിൻ്റെയും കൂടെ സം എന്ന് പറയുന്നതാണ് S1ൻ്റെ വാല്യൂ. A11 പ്ലസ് A22 പ്ലസ് A33. ദെൻ S2 എന്ന് പറയുന്നത് സം ഓഫ് മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്. ഇതിലെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മൈനേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ S2 എന്ന് പറയുന്നത്. മൈനേഴ്സ് എന്താണ്? നമ്മൾ +2 പഠിച്ചതാണ് അല്ലേ? ഇവിടെ A11 മെയിൻ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. മെയിൻ ഡയഗണൽ എലമെൻസിൻ്റെ മൈനേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം A11 എന്നുള്ള വാല്യൂ എടുത്താൽ അതിൻ്റെ മൈനർ എന്ന് പറയുന്നതായിരിക്കും ഈ A11 എന്നുള്ള ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് വരുന്ന മൈനർ ഏതാണ് നോക്കാം? A22, A23,
A32 A33. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. അത് പ്ലസ് നൗ നെക്സ്റ്റ് ഡയഗണൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ A22 ആണ്. അപ്പോൾ A22 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് വരുന്ന മൈനർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഈ റോയും പോയി ഈ കോളവും പോയി. അപ്പോൾ ബാക്കി വരുന്നത് A11 A13 A31 A33. അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ തേർഡ് ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നത് A33 ആണ്. അപ്പോൾ അത് ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് വരുന്ന മൈനർ ഏതാണ്? A11 A12 A21 A22. അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് S2 എന്നുള്ളതിൻ്റെ പ്ലേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നൗ S3 എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. നമ്മൾ ആദ്യത്തെ പോലെ തന്നെ നമുക്കറിയാം, ഒരു മെട്രിക്സ് അറിയാമെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ആ മെട്രിക്സ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ S1 S2 S3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ലാംഡായിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടുത്തെ ഐഗൺ വാല്യൂ, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ, അല്ലെങ്കിൽ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് എക്സാമിന് വരും, യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ദ ഫോളോയിങ് മെട്രിക്സ് ഈസ് സിമെട്രിക്. ഓൾസോ ഫൈൻഡ് ദ സ്പെക്ട്രം ഓഫ് മെട്രിക്സ് എ ഈക്വൽ ടു 1 to 2 - 2. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സ് സിമെട്രിക് ആണെന്നാണ് കാണിക്കേണ്ടത്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സ് എപ്പോഴാണ് സിമെട്രിക് ആവുന്നത്? ആ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ഒരേപോലെ ആവുമ്പോഴാണ് ഒരു മെട്രിക്സ് സിമെട്രിക് ആവുന്നത്. അപ്പോൾ A ഈക്വൽ ടു A ട്രാൻസ്പോസ് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് സിമെട്രിക് എന്നുള്ള ഫസ്റ്റ് പാർട്ട് കിട്ടും. A ഈക്വൽ ടു A ട്രാൻസ്പോസ്. ഇനി ട്രാൻസ്പോസ് എന്താണ്? ഇത് മെട്രിക്സിൻ്റെ റോയെ കോളം ആയിട്ട് എഴുതുക. ഓക്കെ, ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളായിട്ട് എഴുതുക, സെക്കൻഡ് റോയെ സെക്കൻഡ് കോളായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ A ട്രാൻസ്പോസും Aയും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഈസ് സിമെട്രിക്. നമുക്ക് നോക്കാം. മെട്രിക്സ് A എന്ന് പറയുന്നത് എന്താണ്? 1 2 2 - 2. ഓക്കെ, ഇതാണ് ഗിവൺ മെട്രിക്സ്. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളായിട്ട് എടുത്തെഴുതണം. ഫസ്റ്റ് റോ ഏതാണ്? 1 2 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് റോ. അതിനെ ഞാൻ ഫസ്റ്റ് കോളായിട്ട് എഴുതണം. ദെൻ 1 2 എഴുതി. ദെൻ സെക്കൻഡ് റോ എന്ന് പറയുന്നത് 2 - 2 ആണ്. ആ സെക്കൻഡ് റോയെ സെക്കൻഡ് കോളായിട്ട് എഴുതണം, 2 - 2. ഇനി കമ്പയർ ചെയ്ത് നോക്കുക. നമുക്ക് തന്നേക്കുന്ന മെട്രിക്സും, അതായത് മെട്രിക്സ് എയും A ട്രാൻസ്പോസും സെയിം തന്നെയാണോ നോക്കൂ. 1 2 2 - 2 സെയിം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഗിവൺ മെട്രിക്സ് ഈസ് സിമെട്രിക്. therefore A ഈക്വൽ ടു A ട്രാൻസ്പോസ് ആൻഡ് ഹെൻസ് A ഈസ് സിമെട്രിക്. ഓക്കെ, ഹെൻസ് A ഈസ് സിമെട്രിക്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. രണ്ടാമത് ചോദിച്ചാൽ എന്താണ്? ഫൈൻഡ് ദ സ്പെക്ട്രം ഓഫ് A ഈക്വൽ ടു 1 to 2 - 2. സ്പെക്ട്രം കണ്ടുപിടിക്കാൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഗൺ വാല്യൂ തന്നെയാണ്. ഐഗൺ വാല്യൂ, അതായത് ലാംഡയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ലാംഡ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ആ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം മോഡുലസ് ഓഫ് A - λI ഈക്വൽ ടു 0 എന്നുള്ളത് സോൾവ് ചെയ്യുക. ആ രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യം ആ മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മെട്രിക്സ് A എൻ്റെ കയ്യിലുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് A - λI ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് A അറിയാം അല്ലേ? ഡിറ്റർമിനൻ്റ് ഓഫ് A - λI എന്ന് പറയുന്നത് വരും ഡിറ്റർമിനൻ്റ് ഓഫ്, അപ്പം ഞാൻ പറഞ്ഞു 1, അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ 1ൻ്റെ പ്ലേസിലും -2ൻ്റെ പ്ലേസിലും മാത്രമാണ് അതിൻ്റെ കൂടെ ഒരു -λ എന്നുള്ള ടേം വരുള്ളൂ. സോ 1 - λ, ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം അങ്ങനെ തന്നെ നിർത്തണം. 2 ദെൻ 2 -2 - λ -2 - λ. അപ്പം ഇങ്ങനെ ഒരു മാറ്റം മാത്രമാണ്. ഡയഗണൽ എലമെൻറ്റ്സിന് ഒരു -λ എന്നുള്ളൊരു ടേം കൂടെ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാലോ. എങ്ങനെയാണ്? 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇതിനെ ഇങ്ങനെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 - λ ഇൻറ്റു -2 - λ ദെൻ -4 ഈക്വൽ ടു 0. ഇതാണ് ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ.
ഓക്കെ, ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. അതായത് 1 മൈനസ് ലാംഡ ഇൻറ്റു -2 മൈനസ് ലാംഡയുടെ വാല്യൂ എന്താണ്, ഓരോ ടേം ബൈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു -2 ദെൻ മൈനസ് ലാംഡ, ദെൻ പ്ലസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ -4 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ, ഇവിടെ ലാംഡയുടെ 2 ടേം ഉണ്ട് അല്ലേ, പ്ലസ് 2 ലാംഡയുണ്ട് മൈനസ് ലാംഡയുണ്ട്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ലാംഡ, ദെൻ ഇവിടെ ഒരു -2 ഉണ്ട്, ഒരു -4 ഉണ്ട്, ദാറ്റ് ഈസ് -6 ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. ലാംഡയിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടണം അല്ലേ, ഇവിടുത്തെ ടേം ഏതാണോ അത് കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഫാക്ടേഴ്സിൽ എന്ത് വേണം, -6 എന്നുള്ള ടേം കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 1 കിട്ടണം, അതായത് ലാംഡയുടെ കോഎഫിഷ്യൻ്റ് ആയ 1 കിട്ടണം. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഫാക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ എനിക്ക് +1 കിട്ടണം. അങ്ങനെയുള്ള 2 ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, അത് 3യും 2ഉം ആണ്. ഇനി ലാംഡ -3 ആണോ ലാംഡ +3 ആണോ നോക്കാം. അതായത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് +1 കിട്ടേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ +1 കിട്ടുമ്പോൾ 3ക്ക് പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ലാംഡ +3 ഇൻറ്റു ലാംഡ -2 ഈക്വൽ ടു 0. ഇതിൻ്റെ രണ്ടിനെയും കൂടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഈ തന്നേക്കുന്ന ഇക്വേഷൻ. നമ്മൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടും. ഈ +3യും -2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, +1 കിട്ടും. ഇത് പഴയ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലാംഡ +3 ഇൻറ്റു ലാംഡ -2 ഈക്വൽ ടു 0 എന്നതായിരിക്കും ഇവിടുത്തെ ഫാക്ടേഴ്സ്. ഇനി ഓരോ ഫാക്ടേഴ്സും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ലാംഡ ഇതിൽ ഒരു 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഒന്നെങ്കിൽ ഇത് 0 ആവാം, അതല്ലെങ്കിൽ ഇതും 0 ആവാം, രണ്ടും 0 ആവാം. അപ്പോൾ ലാംഡ -2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ ലാംഡ ഈക്വൽ ടു 2 കിട്ടും. ഓക്കെ, ദെൻ ലാംഡ +3 ഈക്വൽ ടു 0 എന്നത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു -3. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഐഗൺ വാല്യൂസ് ആണ് കിട്ടുന്നത്. ഏതൊക്കെയാണ്, ലാംഡ ഈക്വൽ ടു 2 എന്നതും ലാംഡ ഈക്വൽ ടു -3 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ 2 ഐഗൺ വാല്യൂസ്. സോ ദ ഐഗൺ വാല്യൂസ് ആർ അല്ലെങ്കിൽ സ്പെക്ട്രം ആർ, ഐഗൺ വാല്യൂസ് ആർ അല്ലെങ്കിൽ സ്പെക്ട്രം ആർ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ ഈക്വൽ ടു ലാംഡ 1 ഈക്വൽ ടു 2 ആൻഡ് ലാംഡ 2 ഈക്വൽ ടു -3. അല്ലെങ്കിൽ ലാംഡ 1 ലാംഡ 2 കൊടുക്കണമെന്നില്ല. ഐഗൺ വാല്യൂസ് ആർ എന്നുണ്ട് 2, -3 എന്ന് എഴുതിയാലും മതി. അപ്പോൾ 2 -3 ആണ് ഇവിടുത്തെ ലാംഡ വാല്യൂസ് അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഒരു മെത്തേഡ്. ഒന്നുകിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഞാൻ ഇക്വേഷൻ പറഞ്ഞു തന്നല്ലോ, ലാംഡ സ്ക്വയർ -S1 ലാംഡ പ്ലസ് S2 ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൽ അവിടെ എന്ത് ചെയ്യണം, S1ൻ്റെ വാല്യൂം S2ൻ്റെ വാല്യൂം കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് വരുന്നത് ഇതേ ഇക്വേഷൻ തന്നെ വരുള്ളൂ. എന്നിട്ട് ബാക്കി മെത്തേഡ് അങ്ങനെ തന്നെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, ആ ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യുക, അതിൽ നിന്ന് ലാംഡ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെയാണ് ഈ ചെറിയൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കോളേജിൽ ഏത് രീതിയിലാണോ പഠിപ്പിച്ചതിന് ആ രീതിയിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാംഡ സ്ക്വയർ -S1 ലാംഡ പ്ലസ് S2 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലും നമുക്ക് ചെയ്യാം. അതിപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ലാംഡ സ്ക്വയർ -S1 ലാംഡ പ്ലസ് S2 ഈക്വൽ ടു 0. ഇതാണ് ജനറൽ ഫോർമാറ്റ്. ഗിവൺ മെട്രിക്സ് എന്താണ്, 1 2 2 -2. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം S1 എന്താണെന്ന് പറഞ്ഞത്, S1 ഈസ് ദ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേ. സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് S1 എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരിക, 1 -2. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും കൂടെ സം എന്ന് പറയുന്നതാണ് S1ൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് 1 -2 ദാറ്റ് ഈസ് -1. അപ്പോൾ S1ൻ്റെ വാല്യൂ കിട്ടി, -1 എന്ന് കിട്ടി. ഇനി S2 കണ്ടുപിടിക്കണം. S2 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. അതായത് S2 എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് 1 2 2 -2. ഓക്കെ, ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണോ അതാണ് S2ൻ്റെ വാല്യൂ. സോ ഇത് കണ്ടുപിടിക്കാനും നമുക്കറിയാം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. -2 അല്ലേ, 1 ഇൻറ്റു -2 എന്ന് പറയുന്നത് -2, ദെൻ -2 ഇൻറ്റു 2 4 ദാറ്റ് ഈസ് -6. അപ്പോൾ S1 കിട്ടി, S2 കിട്ടി. S2 എന്നത് -6 കിട്ടി, S1 എന്നത് -1 കിട്ടി. S1 എന്നത് -1ഉം S2 എന്നത് -6ഉം കിട്ടി. അത് രണ്ടും ഈ ഇക്വേഷനിൽ, അതായത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ജനറൽ ഫോർമാറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ -S1 ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, S1 ലാംഡ എന്ന് പറഞ്ഞത് മൈനസ് വാല്യൂ ഇവിടെ കൊടുക്കണം. -1 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ
മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. that is plus lambda. Okay, then S2 എന്ന് പറയുന്നത് minus 6 equal to 0. So lambda square plus lambda minus 6 equal to 0 എന്ന് കിട്ടി. നമ്മുടെ ആദ്യത്തെ അതേ ഫോർമാറ്റിലല്ലേ വന്നേക്കുന്നത്, ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ +1 കിട്ടണം. ഏതാണ്? ലാംഡ പ്ലസ് 3 ഇൻറ്റു ലാംഡ -2 ഈക്വൽ ടു 0. അതായത് ലാംഡ ഈക്വൽ ടു 2 ആൻഡ് ലാംഡ ഈക്വൽ ടു -3. ഓക്കെ, ലാംഡ ഈക്വൽ ടു ഓർ ലാംഡ ഈക്വൽ ടു -3. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഐഗൺ വാല്യൂസ്. അപ്പോൾ ഒന്നുകിൽ ഈ ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0യിൽ ഡയഗണൽ എലമെൻറ്റ്സിന് മാത്രം ഒരു മൈനസ് ലാംഡ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആ രീതിയിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു 3x3 മെട്രിക്സ് എന്നേക്കാണ്. മെട്രിക്സ് 1 1 2 -1 2 1 0 1 3. ഫൈൻഡ് ദ ഐഗൺ വാല്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3x3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു മെത്തേഡ് ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി. ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0. അതെങ്ങനെ വരും? ഡിറ്റർമിനന്റ് ഓഫ്, ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ്, അതായത് 1 2 3, ഈ 3 എലമെൻറ്റ്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം അങ്ങനെ തന്നെ നിർത്തുക. ദറ്റ് ഈസ് 1 മൈനസ് ലാംഡ, then 1 2 minus 1 2 minus lambda 1 0 1 3 minus lambda. ഇങ്ങനെയായിരിക്കും മെട്രിക്സിനെ മാറ്റം വരിക. ഡിറ്റർമിനൻ്റ് എങ്ങനെയാവും? a മൈനസ് ലാംഡ i എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിനെ സോൾവ് ചെയ്തിട്ട് എനിക്ക് ലാംഡയിലുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണെന്നറിയാലോ? എന്താണ്? 1 മൈനസ് ലാംഡ ഇൻറ്റു, ഓക്കെ, അപ്പോൾ വലിയ ബ്രാക്കറ്റ് ഇടുക, 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ ദെൻ -1. ഓക്കെ, 1 മൈനസ് ലാംഡ ഇൻറ്റു ഇവിടുത്തെ മൈനർ നോക്കുക, 2 മൈനസ് ലാംഡ ഇൻറ്റു ഈ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ ദെൻ ഇതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, -1. ദെൻ അടുത്ത ടൈം എപ്പോഴും മൈനസ് ടൈം ആണ് കൊടുക്കേണ്ടത്. -1 ഇൻറ്റു ഇവിടുത്തെ 1 ഇൻറ്റു അടുത്ത വലിയ ബ്രാക്കറ്റ് ഇടുക. ഈ 1 ഉൾപ്പെടുന്ന റോയും കോളം നമ്മൾ അവോയ്ഡ് ചെയ്യുക. ആ മൈനർ നോക്കാം. -1 1 0 3 മൈനസ് ലാംഡ, ഈ മൈനറാണ് നോക്കേണ്ടത്. സോ 1 ഇൻറ്റു ദെൻ -1 ഇൻറ്റു 3 മൈനസ് ലാംഡ, -1 ഇൻറ്റു മൈനസ് ഓഫ് 3 മൈനസ് ലാംഡ ദെൻ -0 ഇൻറ്റു 1 ദറ്റ് ഈസ് 0. ദെൻ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. പ്ലസ് ഇവിടുത്തെ വാല്യൂ 2 ആണ്. സോ 2 ഇൻറ്റു വലിയ ബ്രാക്കറ്റ് ഇട്ടു, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, 2 ഇൻറ്റു 2നെ ഉൾപ്പെടുന്ന റോയും കോളം അവോയ്ഡ് ചെയ്യുക. ഈ റോയും ഈ കോളം അവോയ്ഡ് ചെയ്തിട്ട് വരുന്ന മൈനർ ഏതാണ്? -1 2 മൈനസ് ലാംഡ 0 1, ഈ മൈനറാണ് വരിക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ഇൻറ്റു 1 ദറ്റ് ഈസ് -1 ദെൻ 0 ഇൻറ്റു 2 മൈനസ് ലാംഡ ദറ്റ് ഈസ് 0 -0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായി, റിക്വയർഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായി. ആ ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. ഓക്കെ, നമ്മുടെ ആ ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഫോർമാറ്റിലേക്ക് കിട്ടും. ഇതെന്താ ചെയ്തേക്കുന്നത്? 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ -1. ബാക്കിയുള്ള ഭാഗത്ത് ഒന്ന് സോൾവ് ചെയ്തപ്പോൾ 3 മൈനസ് ലാംഡ -2 ഈക്വൽ ടു 0. വീണ്ടും ഇവിടെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു, അതിങ്ങനെ എഴുതി. ദെൻ ഇവിടെ 3 മൈനസ് ലാംഡ -2 എന്നത് 1 മൈനസ് ലാംഡ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈമിലും ഒരു 1 മൈനസ് ലാംഡ കോമൺ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഔട്ട് സൈഡ് എടുത്തു. 1 മൈനസ് ലാംഡ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി വരുന്നത് ലാംഡ സ്ക്വയർ -5 ലാംഡ +5. ഇവിടെ ഒരു +1 എന്ന് വരും അല്ലേ? ഈ ഒരു 1 മൈനസ് ലാംഡയാണ് ഔട്ട് സൈഡ് എടുത്തേക്കണത്. അപ്പോൾ ഇവിടെ പ്ലസ് ഒരു 1 എന്നുള്ള ടൈം ബാക്കി വരും. ആ +1 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ -5 ലാംഡ +6 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് 6 കിട്ടണം, അഡീഷൻ ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടണം, -5 കിട്ടണം. അപ്പോൾ അതിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ -3 ആൻഡ് ലാംഡ -2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ഇൻറ്റു -2 എന്നത് +6 കിട്ടും. -3 പ്ലസ് -2 എന്ന് പറയുന്നത് -5 കിട്ടും. സോ അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. അപ്പോൾ
ഔട്ട്സൈഡ് എന്തുണ്ട്, ഒരു 1 മൈനസ് ലാംഡ ഉണ്ട്. അപ്പം 3 ടേം ഇൻറ്റു എന്നുള്ള ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫാക്ടേഴ്സിൻ്റെ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഓരോന്നും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ലാംഡ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ടേം 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു എന്തായിരിക്കും, ഈ ലാംഡയെ മൈനസ് ലാംഡയെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ പ്ലസ് ലാംഡ ഈക്വൽ ടു 1. ദെൻ ലാംഡ -3 ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ -3 ഈക്വൽ ടു 0 ആണ്. ലാംഡ -3 ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു +3 വരും. ദെൻ ലാംഡ -2 ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ലാംഡയുടെ വാല്യൂസ് ഏതൊക്കെ കിട്ടിയിരിക്കുന്നത്, ലാംഡ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു 3 ആൻഡ് ലാംഡ ഈക്വൽ ടു 2. സോ ദ ലാംഡ വാല്യൂസ് ആർ 1, 2, 3. ഇതാണ് ഇവിടുത്തെ ഐഗൺ വാല്യൂസ്.